നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് ആരംഭിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ സാധ്യതകൾ ഏറെക്കുറെ മങ്ങിയിരിക്കുകയാണ്. മങ്ങിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹമാണ് എന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഒരു മേൽശാന്തി മരണപ്പെട്ടത്, മേൽശാന്തി ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യ ചെയ്തതിന് പ്രധാനപ്പെട്ട കാരണം കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇദ്ദേഹം അവിടുത്തെ ഉത്സവത്തോട് അനുബന്ധിച്ച് ആ ക്ഷേത്രത്തിൽ ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. ക്ഷേത്ര സന്ദർശനം നടത്തിയപ്പോൾ അവിടെ നിന്ന് മേൽശാന്തി തീർത്ഥം കൊടുത്തു. ആ തീർത്ഥം വാങ്ങിയതിന് ശേഷം അത് ഒരു കൈ കഴുകുന്ന രീതിയിൽ, വെള്ളം ഒഴിച്ച് കൈ കഴുകുന്ന രീതിയിൽ അദ്ദേഹം കഴുകി അത് കളയുകയായിരുന്നു. ഇത് കടുത്ത ആചാര ലംഘനം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു മേൽശാന്തിക്ക് ഇത് ക്ഷമിക്കുവാൻ പറ്റില്ല. അദ്ദേഹം ഇത് വളരെ മാന്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രനോട് ഇത് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തരോടും ഈ കാര്യം പങ്കുവച്ചു. ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ അധികം പേരും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ഈ പോറ്റിയുടെ അടുത്തേക്ക്, ഈ മേൽശാന്തിയുടെ അടുത്തേക്ക് ഇവരെത്തുകയും നിങ്ങൾ കാണിച്ചത് തെറ്റായിപ്പോയി, കടകംപള്ളി സുരേന്ദ്രനെതിരെ അങ്ങനെ സംസാരിക്കുവാൻ പാടുള്ളതല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്ന് അവിടുത്തെ ഭക്തരോട് പറയണം, മാപ്പും പറയണമെന്ന് അവിടുത്തെ കമ്മിറ്റിക്കാർ ഇദ്ദേഹത്തിനോട് ആജ്ഞാപിക്കുകയായിരുന്നു. പിന്നെ സമ്മർദ്ദം താങ്ങവയ്യാതെ ഈ പോറ്റി ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം പോലും അവിടുത്തെ പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒക്കെ പേരിൽ, വളരെ ധീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, ഭീരുവൊന്നുമല്ല, ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അദ്ദേഹം തിടപ്പള്ളിക്ക് അടുത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നു. ഒരു ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി എന്ന് പറയുന്നത്. മേൽശാന്തിയോടൊക്കെ ഇവർ ഈ രീതിയിലാണ് പെരുമാറുന്നത്. ആദ്യമായിട്ടല്ല കടകംപള്ളി സുരേന്ദ്രൻ ഈ രീതിയിൽ അതായത് ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് നേരെ പെരുമാറുന്നത്. ശബരിമലയിൽ ചെന്നതിന് ശേഷവും ഈ രീതിയിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ സംസാരിച്ചതും പെരുമാറിയതുമൊക്കെ. അങ്ങനെ വലിയ വിമർശനങ്ങൾ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ടിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിയാവുന്ന സമയത്ത്. പിന്നീട് ഉണ്ടാകുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം അതിനകത്ത് ആരോപണ വിധേയനുമാണ്. മണ്ഡലത്തിനകത്ത് ഇത് സജീവ ചർച്ചയാകുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. വളരെ സജീവമായിട്ടത് ചർച്ച ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ മുന്നേ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് ഡിപ്ലോമാറ്റ് ബാഗേജിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര്, അതായത് സ്വപ്ന സുരേഷിനോട് വളരെയധികം മോശമായി പെരുമാറി എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേര് സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. സ്വപ്ന സുരേഷ് ഇദ്ദേഹത്തിനെതിരെ ശക്തമായ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചത്. ഒരു മന്ത്രിക്കും ചേരുന്ന പ്രവർത്തികളല്ല ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത്. ഇനി സ്വർണ്ണക്കൊള്ളയുടെ കാര്യം എടുത്താൽ വളരെ ശക്തമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരുകൾ ഉയർന്നു വന്നത് പല കാര്യത്തിലും. അങ്ങനെ ഇദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യമായ ഒരു വിഷയവും അതിൻ്റെ അകത്ത് നടന്നില്ല. അങ്ങനെ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെ സംശയിക്കുന്നുണ്ട്. ഇദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പലർക്കും ഒരു ബോധ്യവുമുണ്ട്. മണ്ഡലത്തിൽ പോലും അതിൽ ജനങ്ങളോട് ഇദ്ദേഹത്തിൻ്റെ സത്യാവസ്ഥ എന്നാൽ ഇദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്ന് ഇദ്ദേഹത്തിന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ പറ്റുന്നില്ല. കാരണം അവർ ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇദ്ദേഹത്തിനോട് വളരെ ശക്തമായ രീതിയിൽ തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് എതിർപ്പുകളുണ്ട്. 2016 BJP അവിടെ വോട്ട് വർദ്ധിച്ചു തുടങ്ങുന്നത്. വി മുരളീധരനിലൂടെയാണ് വോട്ട് വർദ്ധിപ്പിച്ചു തുടങ്ങുന്നത്. അന്ന് 42,000 വോട്ട് വി മുരളീധരൻ നേടിയെടുത്തു. അതിനുശേഷം 2021 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. ശോഭാ സുരേന്ദ്രൻ എവിടെ പോയി മത്സരിച്ചാലും അവിടെയൊക്കെയും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അവർക്ക് വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുവാൻ അറിയാം, ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുവാൻ അറിയാം. അങ്ങനെ കഴക്കൂട്ടം മണ്ഡലത്തിൽ വീണ്ടും വളരെ നല്ല ഒരു മത്സരം ശോഭാ സുരേന്ദ്രന് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു. 2026 BJP വീണ്ടും അവിടെ മാറ്റുരയ്ക്കുമ്പോൾ വി മുരളീധരനെ പോലെ വളരെ ശക്തനായ ഒരു നേതാവിനെയാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരിടേണ്ടി വരുന്നത്. അങ്ങനെ മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന വി മുരളീധരനെ നേരിടുന്നത് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രാപ്യമായ കാര്യം തന്നെയാണ് എന്നാണ് മണ്ഡലത്തിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബഹുദൂരം വി മുരളീധരൻ മുന്നേക്ക് പോയി എന്നുള്ള തരത്തിൽ കൂടി വാർത്തകൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ മണ്ഡലത്തിൻ്റെ ഒരു ശോചനീയ അവസ്ഥ, ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഇടതുപക്ഷത്തിന് കേരളം ഒട്ടാകെ ഉണ്ട്.
എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രത്യേകിച്ചുമുള്ള ശോച്യാവസ്ഥയും വളരെ ബുദ്ധിമുട്ടേറിയ പല പല കാര്യങ്ങളുമാണ്. അത്തരത്തിൽ ഒരു വിമർശനം കൂടി കടകംപള്ളി സുരേന്ദ്രന് നേരെയുണ്ട്. അവിടെ ജലലഭ്യതയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിന് നേരെ ഉള്ളത്. ഇങ്ങനെ മണ്ഡലത്തിൽ സമഗ്രമായും മണ്ഡലത്തിന് പുറത്തുള്ള കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് നേരെ ആരോപണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹിന്ദു വിരുദ്ധത ഒരു കാരണവശാലും അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇത് ക്ഷമിക്കുവാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. മേൽശാന്തിയായ വിഷ്ണുവിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ, ആത്മഹത്യയുടെ കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട്. എന്തുതന്നെ ആയാലും കടകംപള്ളി സുരേന്ദ്രന് കഴക്കൂട്ടം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളാണ് നേരിടുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് സ്വർണ്ണക്കൊള്ള, രണ്ട് സ്വർണ്ണക്കൊള്ളയുടെയും ഏതെങ്കിലും ഒരു രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഭാഗമാണ് എന്നുള്ളതാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയതിൻ്റെ കാര്യത്തിലായാലും തൊട്ടടുത്ത് വന്ന ശബരിമലയുടെ കാര്യത്തിലായാലും ഈ രണ്ട് കാര്യത്തിലും ഈ കേസിൻ്റെ പരിസരങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുമായിട്ടുള്ള ഇടപാടുകൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇടയ്ക്ക് ഒരു ഫോൺ കോൾ ലീക്കായി. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനോട് വളരെ മോശമായിട്ട് പെരുമാറി ഇദ്ദേഹത്തെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത്. ആ ഒരു രീതിയിൽ കടകംപള്ളി സുരേന്ദ്രന് സ്ത്രീ വോട്ടുകളുടെ എണ്ണം താരതമ്യേന വലിയ രീതിയിൽ കുറയാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെയൊന്നും ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ചും കഴക്കൂട്ടം പോലുള്ള വളരെ നല്ല സെൻസിബിളായിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരിടത്ത്, വളരെ നല്ല വോട്ടർമാർ, വളരെ പൗരബോധമുള്ള വോട്ടർമാരുള്ള സ്ഥലങ്ങൾ, ചിന്തിക്കുന്ന വോട്ടർമാരുള്ള സ്ഥലത്തിൽ, വിദ്യാസമ്പന്നരായ വോട്ടർമാരുള്ള ഇടത്ത് ഇങ്ങനെ ഒരാളിനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയും കടകംപള്ളി സുരേന്ദ്രൻ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇത് ആൾക്കാരോട് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നറിയില്ല. അദ്ദേഹം ഇതിൻ്റെയൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയൊന്നും ഭാഗമല്ല. ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഇത് ബോധ്യം വരട്ടെ, ഇദ്ദേഹം ഭാഗമല്ല എന്ന് ഇദ്ദേഹം മാത്രം പറഞ്ഞാൽ മതിയോ? ആൾക്കാർക്ക് ബോധ്യമാകേണ്ട ഒരു കാര്യമല്ലേ ആ കാര്യമെന്ന് പറയുന്നത്. അത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു കാര്യമെടുത്താൽ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ വളരെ ശക്തമാണ്. ഇടതുപക്ഷത്തിനെതിരായുള്ള ഒരു ജനവികാരം എന്ന് പറയുന്നത് വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ കൂടി നമുക്കിവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു കാര്യവും കൂടി പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിധിയിലേക്ക് പോകുന്നത്. ഇനി അവിടുത്തെ ഹിന്ദു വിരുദ്ധതയെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല കേരളത്തിൽ ആകമാനം ഒരു ഹിന്ദു വിരുദ്ധമായൊരു സമീപനം ഈ അടുത്ത സമയത്ത് ഇടതുപക്ഷം കാണിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ. അതിനോടൊപ്പം തന്നെ ഇതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. കാരണം ഗണപതി മിത്താണ്, ഇനി മഹാഭാരതം കെട്ടുകഥയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഹിന്ദു വിശ്വാസികൾക്ക് ദഹിക്കില്ല. ഹിന്ദു വിശ്വാസികൾ ഇതിനെ എതിർത്ത് തന്നെ വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ശബരിമലയിൽ അവരൊന്നും കാണിച്ച കാര്യങ്ങളൊന്നും തന്നെ ആരും മറന്നിട്ടുണ്ടാവില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് വിലയിരുത്തി ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ള എതിർപ്പാണ് ഇടതുപക്ഷത്തിന് നേരെ ഉണ്ടാകുന്നത് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. ഇതിനെ അതിജീവിക്കുക എന്നത് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മല തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇതിനെ എത്ര കണ്ട് ജനങ്ങളോട് വിശ്വസിപ്പിച്ച് ഇനി വിശ്വാസത്തിലെടുത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം അവർ വോട്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനാകില്ല. എന്തായാലും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ടടിയാണ് മണ്ഡലത്തിൽ പൊതുവേ ഉള്ള ഒരു റിഫ്ലക്സ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്നൊരു റിപ്ലൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ ഈ ഇലക്ഷൻ കടന്നുകൂടില്ല എന്ന് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.